പാചകവാതക വിതരണ പ്രതിസന്ധി മൂലം ബംഗളൂരുവിൽ ഹോട്ടലുകൾ അടച്ചിടും എന്ന വാർത്ത വരികയാണ്. നാളെ മുതൽ ഹോട്ടലുകൾ പ്രവർത്തിക്കില്ല എന്ന് ഹോട്ടൽ ഉടമകളുടെ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ആവശ്യം. കെ.ബി. ശ്രീധരനുണ്ട്. ശ്രീധരൻ, നേരത്തെ ഞാനത് പ്രതീക്ഷിച്ചതാണ്. എന്താണ് ഇപ്പോൾ അവിടെ നിന്നുള്ള അറിയിപ്പുകൾ വരുന്നത്? എത്രത്തോളം അത് ബാധിച്ചേക്കാം ആ നാട്ടിൽ? സ്വാഭാവികമായിട്ടും ബംഗളൂരു പോലുള്ള മഹാനഗരങ്ങളിൽ ഹോട്ടലുകളെ ആശ്രയിച്ച് കഴിയുന്ന നിരവധി ആളുകളുണ്ട്. അവരെ എല്ലാം തന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടുന്നത് വല്ലാതെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ദൈനംദിന ജോലികൾക്കായി നഗരത്തിലേക്ക് എത്തിക്കുന്ന നിരവധി ആളുകൾ ചെറിയ ചെറിയ ഹോട്ടലുകളെയാണ് ഭക്ഷണത്തിന് ആശ്രയിക്കുന്നത്. ഏതായാലും ഹോട്ടൽ ഉടമകളുടെ സംഘടന പറയുന്നതനുസരിച്ച് ഈ വാണിജ്യാവശ്യത്തിലുള്ള സിലിണ്ടറുകളുടെ സപ്ലൈയിൽ കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട്. ഇന്നും കൂടെയുള്ള സപ്ലൈ മാത്രമേ ലോക്കൽ മാർക്കറ്റിൽ ലഭ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഹോട്ടൽ ഉടമകളുടെ സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അതുകൂടാതെ ഈ അടുത്ത് പാചകവാതകത്തിന് സിലിണ്ടറിന് വില കൂട്ടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. അതായത് ഇന്ന് വൈകിട്ടോടുകൂടി സപ്ലൈ നിലച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം. ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് ഹോട്ടൽ ഉടമകളുടെ സംഘടന അല്പസമയം മുൻപ് നൽകിയത്. ബംഗളൂരുവിൽ പാചകവാതക പ്രതിസന്ധി മൂലം ഹോട്ടൽ ഉടമകൾ ഈ കടകൾ അടച്ചിടാൻ തീരുമാനിക്കുന്നു. സിലിണ്ടറുകൾ അത് ഗാർഹിക ആവശ്യത്തിനുള്ള മുൻഗണന നൽകണമെന്ന കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് ഇത്തരം പ്രതിസന്ധികൾ വരുന്നത്.